ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല നിങ്ങള്? ഗുഡ് ആഫ്റ്റർനൂൺ മാം. കേൾക്കുന്നുണ്ട്. വർത്താനം പറയുന്നേ. ഹലോ, ഇതാരാ സംസാരിക്കുന്നത്? ഷാന കേൾക്കുന്നുണ്ടോ ടീച്ചർ പറയുന്നത്? ഷാന കേൾക്കുന്നുണ്ട്. സംസാരിക്കുന്നില്ലേ? കേൾക്കാണ്ട് മിസ്സേ, ഞാൻ കുറെ നേരമായി പറയുന്നു. കേൾക്കാണ്ട്. ആരായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇല്ല മിസ്സേ, ആരുടെയും സംസാരം കേൾക്കല്ലല്ലോ. ഇവിടെ നിശബ്ദാണ്. നിങ്ങൾക്ക് PDF കാണാമോ? എന്നെ കാണാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? PDF കാണാനുണ്ട്. വേറൊരു ക്ലാസ് എടുക്കുകയായിരുന്നു, അതാണ് സംസാരിക്കുന്നത്. വേറെ എന്തെങ്കിലും സംസാരം നിങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നോ? ഇല്ല മിസ്സേ, മിസ്സിന് മാത്രമേ ഇല്ല മാം, ഒന്നുമില്ല.
ഞാൻ കറക്റ്റ് 11:59 തുടങ്ങി കുട്ടി ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. നമ്മളുടെ മൈക്ക് ഓൺ ചെയ്തത് ആരാണെന്ന് മനസ്സിലാവുന്നില്ല. ആരാണ് പറയണേന്ന് അറിയില്ല. കുറെ നേരം പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടാവില്ല. കണ്ടിന്യൂസ് ആയിട്ട് എന്തോ കൊള്ളലേറ്റ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ അതിൽ വേറെ ഏതോ ക്ലാസ് കയറി വന്നിട്ട് ആ ക്ലാസ്സിൽ ആ കുട്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വേറെ ഏതോ ക്ലാസ്സിലെ ഇതെങ്ങനെ ഇതിൽ ലിങ്കായെന്ന് നമുക്ക് അറിയാൻ പാടില്ല കേട്ടോ. അതാണ് ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നത്. എന്താന്ന് മനസ്സിലാവുന്നല്ലേ. ഞാൻ പറഞ്ഞിട്ട് ആൾ കേൾക്കുന്നില്ല. മിണ്ടല്ലേ കേൾക്കുന്നില്ല. ടെൻഷനായി. ഓക്കെ, ഞാൻ വെച്ചാൽ നിങ്ങളങ്ങനെ ചെയ്യില്ല ആരും. ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളാരും മിണ്ടില്ല. പക്ഷെ ഇത് ആരാന്നൊരു പിടുത്തമില്ല. ഞങ്ങൾക്ക് ആരുടെയും സംസാരം കേൾക്കുന്നില്ലായിരുന്നു മിസ്സേ. മിസ്സിന്റെ മാത്രമേ കേൾക്കുന്നുള്ളൂ. വേറൊരു കുട്ടിയോട് സംസാരിച്ചിട്ടില്ല. കുട്ടിക്ക് എന്താ പൊള്ളലേറ്റന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. എത്ര സമയമായിന്നറിയോ? 59 തുടങ്ങി സംസാരിച്ചോണ്ടിരിക്കുക. അത് മിസ്സിന് തോന്നുന്നു ഞാൻ കേൾക്കാവുന്നത്. വിചാരിച്ചു നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എനിക്കറിയില്ലല്ലോ. നമ്മുടെ ക്ലാസ്സിൽ ആരില്ലായിരിക്കും എന്നല്ല നമ്മൾ വിചാരിക്കാം. ഞങ്ങൾ സ്ക്രോൾ ചെയ്ത് നോക്കി ചെയ്തു. ആരെങ്കിലും മൈക്ക് ഓൺ ആണോ എന്നുള്ളത് സ്ക്രോൾ ചെയ്ത് നോക്കി. പക്ഷെ ആരും മൈക്ക് ഓൺ അല്ലായിരുന്നു. ഓൺ ആക്കിയിട്ടില്ല. ഓക്കെ, പോട്ടെ. ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. പ്രയർ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഞാൻ ചെല്ലാം മിസ്സേ. ചന്തമേറിയ പുതിയും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയൊന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ മുട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുന്നു. ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുന്നു. ഇഷാന, ഞാൻ ഈ പാട്ട് ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പഠിച്ചിട്ടുണ്ട്. ഞാൻ 5 മുതൽ ഞങ്ങളുടെ സ്കൂൾ ആയിരുന്നത്. ഇതന്നെയാണോ തോന്നുന്നത്? തന്നെയായിരുന്നോ? ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ അവർ പാടിയിരുന്നത്. ശരി. ഞാൻ പറയാം. സക്സസ് ഇസ് ദ സം ഓഫ് സ്മോൾ എഫേർട്സ് റിപ്പീറ്റഡ് ഡെയിലി. നമുക്ക് സക്സസ് കിട്ടണമെങ്കിൽ അത് ഒരു ചെറിയ ഇഫേർട്ടാണ് നമ്മൾ എടുക്കുന്നത്. ദിവസം എടുക്കുന്ന ചെറിയ ഇഫേർട്ടാണ്. ആ ചെറിയ ഇഫേർട്ട് എടുത്താലേ നമുക്ക് വലുതായിട്ട് ഒരു കുറെ കാലം കഴിഞ്ഞിട്ട് സക്സസ് കിട്ടുന്നത്. സൈനിങ്. ഞാൻ പറയാം. സൈനിങ് പ്രിപ്പയർ ചെയ്യാൻ ഞാൻ പറയട്ടെ. ഇല്ലെങ്കിൽ പറഞ്ഞോളാം ബോസ്. നിഷാന. ആരും പറയുന്നില്ലെങ്കിൽ ഞാൻ പറയാം. മെനി ഹാൻഡ്സ് മേക്ക് ലൈറ്റ് വർക്ക്. അതായത് ഒരുപാട് പേര് കൂടുമ്പോൾ എത്ര വലിയൊരു വർക്കാണെങ്കിലും അത് ഈസി ആയിട്ട് തോന്നും, പെർഫെക്റ്റ് ആയിട്ട് വരികയും ചെയ്യും. സൈനിങ് ബൈ റിഷാന. താങ്ക് യു. എല്ലാവർക്കും പെസഹ പെരുന്നാൾ ആശംസകൾ. അല്ലെങ്കിൽ പെസഹ വ്യാഴമാണല്ലേ? അതെ. അപ്പമൊക്കെ ഉണ്ടാക്കുന്നില്ലേ നിങ്ങൾ? അപ്പവും പാലും ഒക്കെ ഉണ്ടാക്കുന്നില്ലേ? ഉണ്ടാക്കാറില്ല. ഞാനുണ്ടാക്കാം. പെസഹ തിരുനാൾ അപ്പവും പാലും ഉണ്ടാക്കും. നല്ലൊരു അപ്പം ഉണ്ട്, പിന്നെ പാല് ഉണ്ടാക്കി മിസ്. ഉണ്ടാക്കി. വൈകിട്ടല്ലേ ശരിക്കും കഴിക്കുന്ന? വൈകിട്ടല്ലേ? ഇന്ന് മോൻ വഴക്കിട്ട് അതിന് രാവിലെ ഞാൻ ഉണ്ടാക്കി. നല്ല രസമാണ്. ടേസ്റ്റല്ലേ തന്നെ? എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഉണ്ടാക്കാറുണ്ടോ? നല്ല ടേസ്റ്റ്. ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കിട്ടോ.
കുട്ടികൾക്ക് ഉണ്ടായിരുന്നു. വെക്കേഷൻ അല്ലേ, നല്ല ടേസ്റ്റ് അത്. പിന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കുന്ന അപ്പം ആയതുകൊണ്ട് വേറെ ടേസ്റ്റ് ആണ്, പക്ഷെ അതിന്റെ ടേസ്റ്റ് അങ്ങനെ തന്നെയാണ്. അപ്പൊ അങ്ങനെ തന്നെ കഴിക്കണം. ഞാൻ കഴിച്ചിട്ടുണ്ട്. കുട്ടിക്കാലത്ത് അച്ഛന്റെ ഒരു ഫ്രണ്ട് ക്രിസ്ത്യൻ ആയിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ അവന്റെ വീട്ടിൽ പോകുമ്പോ മിക്കവാറും ഇത് കഴിക്കാറുണ്ട്. നല്ല സ്വാദാണ്. ആ സ്വാദ് നമ്മളുണ്ടാക്കിയാലും അത് കിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്റെ അമ്മ ഒത്തിരി തവണ ഉണ്ടാക്കാൻ ശ്രമിച്ചു, പക്ഷെ ആ ടേസ്റ്റ് അങ്ങ് വരാറില്ലായിരുന്നു. നല്ല സ്വാദാണ്. ഓക്കെ ദീപിക, എന്നിട്ട് എല്ലാവരും പറ്റുന്നുണ്ടെങ്കിൽ വൈകിട്ട് ഇപ്പൊ തന്നെ ചെയ്ത് വെക്കണം. ഇപ്പൊ അരിയൊക്കെ വെള്ളത്തിലിടണം, ഉഴുന്ന് വെള്ളത്തിലിട്ട് വെക്കണം, ഒരു 2-3 മണിക്കൂറെങ്കിലും ഇടാം. അപ്പൊ വൈകിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. യൂട്യൂബിൽ ഇഷ്ടംപോലെ റെസിപ്പീസ് ഉണ്ടാവും, അതിൽ ഏറ്റവും എളുപ്പമുള്ളത് നോക്കി ഉണ്ടാകും കേട്ടോ. മിസ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരാൾ ചോദിച്ചു പെസഹാത്താഴം എന്താന്ന് അറിയില്ലെന്ന്, അതുകൊണ്ട് പറഞ്ഞു കൊടുക്കാൻ. ഒന്ന് പറഞ്ഞോളൂ, പെസഹാത്താഴം എന്താണ് നമ്മുടെ സ്റ്റുഡൻസിനോട് പറഞ്ഞോളൂ. ശരി, പറയൂ. യേശു മരിക്കുന്നതിന് മുമ്പേ ലാസ്റ്റ് അത്താഴം കഴിച്ച് 12 ശിഷ്യന്മാരുമായിട്ട് അത്താഴം കഴിക്കുന്നതാണ് ഈ പെസഹാത്താഴം. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ദുഃഖമുള്ളു. പിന്നെ യേശു ക്രൂശിൽ കയറ്റി മരിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പെസഹാത്താഴം ആചരിക്കുന്നത്. ഓക്കെ, ഇത് അന്ത്യത്താഴം അല്ലേ, അവസാനമായിട്ട് കഴിച്ചതല്ലേ ഇത്? അതെ അതെ. അപ്പോഴാണോ ഇതിന്റെ രക്തവും ശരീരമാവുന്നു പറയുന്നത്? ആ ഒരു സമയത്താണോ? എല്ലാവർക്കും യേശു പകർന്നു കൊടുക്കുന്ന അപ്പം. എന്നിട്ട് ലാസ്റ്റ് കാലെല്ലാം കഴുകി. അതിനുശേഷം 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേക്കുന്നതാണ് ഈസ്റ്റർ ആയിട്ട് ആഘോഷിക്കുന്നത് അല്ലേ? കൊള്ളിയുടെ അന്ന് ക്രൂശിൽ, ഈസ്റ്ററിന് അന്ന് 3-ാമത്തെ ഉയർത്തി. ഇതിപ്പോ ഇപ്പൊ പെസഹാത്താഴത്തിന് ഭക്ഷണം കഴിച്ചു പിറ്റേ ദിവസം അല്ലേ കുരിശിലേക്കുന്നത്? ആണ്. കൂടെ ഉള്ള ശിഷ്യന്മാരില് 2 ഇങ്ങനെ ഒറ്റ കൊടുക്കും യേശുവിനെ. അതെ, യേശുവിന്റെ അപ്പുറത്ത് 2 പേര് കേൾക്കുന്നത്. ഓക്കെ സെലിൻ, താങ്ക് യു. മാം, എല്ലാവരും അപ്പമൊക്കെ ഉണ്ടാക്കി കഴിക്കട്ടോ. ഉണ്ടാക്കി നോക്കുക, നല്ല രസമാണ്. ചിലപ്പോ ടെസ്റ്റ് ആദ്യം ഒന്നും പിടിച്ചതല്ല, പക്ഷെ നല്ല രസമാണത്. ഞങ്ങളെ വഴിക്കൊന്നും തീരെ ക്രിസ്ത്യൻസ് ഇല്ല, അതുകൊണ്ട് ക്രിസ്ത്യൻസിന്റെ ഒന്നും അറിയില്ല. ഇവിടെ ഫുൾ മുസ്ലിംസ് ഏരിയയാണ്. ആണോ? അതൊന്നും പ്രശ്നമല്ലോ, ഉണ്ടാക്കി നോക്കിക്കോ. ബാഹിതൊക്കെ ഉണ്ടാക്കാൻ അറിയാനുള്ള ഭക്ഷണമൊക്കെ അല്ലേ? അറിയാം, പിന്നെ യൂട്യൂബിൽ നോക്കിയാലൊക്കെ പിന്നെ എല്ലാതും കിട്ടുമല്ലോ, എന്താണ് സംഭവം എന്നുള്ളതൊക്കെ. കുറച്ചുണ്ടാക്കി നിങ്ങൾക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് ഉണ്ടാക്കി വെക്കാം. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ മതി, പിന്നീട് നെക്സ്റ്റ് വർഷം നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണം. ഓക്കെ, നമ്മള് ഏത് ചാപ്റ്റർ എടുത്തോണ്ടിരുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ് അല്ലേ? ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ്ങില് യൂണിഫോം ഫീസ് വരെ പറഞ്ഞല്ലേ? അതെ മിസ്സേ. നെക്സ്റ്റ് ഫങ്ഷൻസ് ആൻഡ് പ്രോഗ്രാം ഫീസ്. ഫങ്ഷൻസ് ആൻഡ് പ്രോഗ്രാം ഫീസ് ചാപ്റ്റർ. പിന്നെ ദീസ് ആർ നോട്ട് ഫിക്സഡ് ഫീസ് അല്ലേ? ടൂർ ഫീസും മറ്റു പ്രോഗ്രാംസും ഫീസും നമുക്ക് ഫിക്സഡ് ഫീസ് പറയാൻ പറ്റില്ല. ഇത് പ്രോഗ്രാം ആണെങ്കിൽ ഏത് ടൂർ പോലെ എനിക്കുള്ള ടൂർ ആണെങ്കിൽ മാത്രമേ അതിന് എക്സ്പെൻസ് കൂടുള്ളൂ അല്ലേ? ഇതിന്റെ ഫിക്സഡ് എമൗണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. According to the management, the teachers acts in this way. In some schools, they do not conduct any tours at all. Tours will be of 4 types. ചില സ്കൂളിൽ ടൂർസ് കണ്ടക്ട് ചെയ്യും, ചില സ്കൂളിൽ എന്താണ് കണ്ടക്ട് ചെയ്യില്ല. ഓക്കെ, ഇനി ടൂറിനെ നമ്മൾ 4 കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ടൂറിനെ നമ്മൾ 4 ടൈപ്സ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ജനറൽ ടൂർ, ലോങ് ടൂർ, then ലോക്കൽ ടൂർ, റഷ്യൻ കൈൻഡ് ഓഫ് ടൂർ ആൻഡ് ടീച്ചർ ടൂർ. ഓക്കെ, ജനറൽ ടൂർ എന്ന് പറഞ്ഞ പ്രത്യേകത എന്തായിരിക്കാം? Is for a longer place arranged by the correspondent. Entire school is expected to practice once a year. General tour or long tour എന്ന് പറഞ്ഞ എന്താണ്? നിങ്ങൾ പറയൂ, എളുപ്പമല്ലേ അത്? പറഞ്ഞേ. പേരിൽ നിന്നത് നമുക്ക് മനസ്സിലാക്കാം. എന്താണെന്ന് പറഞ്ഞാൽ ജനറൽ ടൂർ? മാം, ജനറൽ കുറേ ദിവസത്തേക്ക് ടൂർ പോകുന്നു. ജനറൽ പർപ്പസ് ആയിരിക്കാം, അല്ലെങ്കിൽ ലോങ് ഡേയ്സ്. ലോങ് ഡേയ്സ് എന്നുള്ള മാക്സിമം 4-5 days അത്ര ആയിരിക്കും അല്ലെ? ഓക്കെ, അപ്പൊ അതില് എല്ലാ സ്കൂളിലും എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും അല്ലെ? എല്ലാവരും അതിൽ ലോങ് ടൂറിലായിരിക്കും മിക്ക കുട്ടികളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം.
അതാണ് ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് എന്താണ്? ലോക്കൽ ടൂർസ്. ലോക്കൽ ടൂറിന്റെ പ്രത്യേകത എന്താണ്? അടുത്തുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകും. ടൗണിന് അടുത്ത് തന്നെയുള്ള സ്ഥലങ്ങളിൽ. പ്ലേസ് വിത്തിൻ ദ ടൗൺ ലൈക്ക് സൂ, ബൊട്ടാണിക്കൽ ഗാർഡൻ, സർക്കസ്, ചൈൽഡ് ഫിലിം എക്സെട്ര. നമ്മള് അടുത്തുള്ള ഒരു പ്ലേസിലായിരിക്കും അല്ലെ, എവിടെയെങ്കിലും സൂല് മൃഗശാലയിൽ കൊണ്ടുപോകുന്നത്, ബൊട്ടാണിക്കൽ ഗാർഡൻസില്, സർക്കസ് അല്ലെങ്കിൽ ചൈൽഡ് ഫിലിം, പിക്നിക്. അങ്ങനെ പിക്നിക് എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ ലോക്കൽ ടൂർസ് എന്ന് പറയുന്നത്. പുറത്തുനിന്ന് എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ? ഉണ്ട് മിസ്, ഇടയ്ക്ക് കേൾക്കുന്നുണ്ട്. Yes. Then next type of tour ആണ് the Russian kind of tour. നമ്മൾ പേര് കേട്ടിട്ടുണ്ടാവില്ലേ, റഷ്യൻ കൈൻഡ് ഓഫ് ടൂർ അല്ലെങ്കിൽ ഔട്ട്ഡോർ ക്ലാസ്. എന്തായിരിക്കും ഇതിന്റെ പ്രത്യേകത? ഒന്ന് വായിച്ചു നോക്കിയേ. This type is otherwise called a walking tour. The teacher takes her or class students out for a hike. എന്താണ്? ഈ പഠനയാത്ര എന്തേലും പഠനമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ്സിലെ കുട്ടികളെ മാത്രം കൊണ്ടുപോകണതാ? യെസ്, പഠനമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്താണ്, ആരായിരിക്കും അത് കൊണ്ടുപോകുന്നത്? ക്ലാസ് ടീച്ചർ ആയിരിക്കും. അതെ, ക്ലാസ് ടീച്ചർ ആയിരിക്കുമല്ലോ ചെയ്യിപ്പിക്കുന്നത് അല്ലെ. ക്ലാസ് ടീച്ചർ കൊണ്ടുപോകുന്ന ഒരു വാക്കിംഗ് ടൂർ ആണ് റഷ്യൻ കൈൻഡ് ഓഫ് ടൈപ്പ് ടൂർ എന്ന് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ തൊട്ടടുത്ത പ്ലേസസ് ആവാം അല്ലെ, അല്ലെങ്കിൽ തൊട്ടടുത്ത ലൊക്കാലിറ്റിയിലോ കമ്മ്യൂണിറ്റിയിലുള്ള ഏതെങ്കിലും പ്ലേസസ് ആവാം. ടീച്ചറിന്റെ സ്വന്തം റെസ്പോൺസിബിലിറ്റീസിൽ കൊണ്ടുപോകുന്ന ഒരു ടൈപ്സ് ഓഫ് ടൂർ ആണ് റഷ്യൻ കൈൻഡ് ഓഫ് ടൂർ എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് ടൈപ്പ് ഓഫ് ടൂർ എന്ന് പറഞ്ഞ ഏതാണ്? ടീച്ചർ ടൂർ. എന്താണ് ടീച്ചർ ടൂറിന്റെ പ്രത്യേകത? The stories arranged by the correspondent. In all above the tour, the teachers is relaxed less. For the fulfillment of the teachers, the tour is arranged generally in the vocations by the management. Okay. ടീച്ചർ ടൂറിന്റെ പ്രത്യേകത എന്താണ്? മറ്റു 3 ടൂറുകളെ സംബന്ധിച്ചിടത്തോളം ടീച്ചർമാർക്ക് എന്താണ്, ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുമോ? ടീച്ചേഴ്സിന് ലെസ് റിലാക്സ്ഡ് ആയിരിക്കും അല്ലെ. ഒരുപാട് ടെൻഷനാണ് കുട്ടികളെ കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ലെസ് റിലാക്സ്ഡ് ആയിരിക്കുള്ളൂ. പക്ഷെ ടീച്ചേഴ്സിനെ ഫുൾഫിൽ ചെയ്യണമെങ്കിൽ, അവർക്ക് നല്ല രീതിയിൽ ഒരു എൻജോയ്മെന്റ് കിട്ടണമെങ്കിൽ എങ്ങനെയായിരിക്കണം? സ്കൂളിൽ നിന്ന് സ്റ്റാഫുകളുടെ കൂടെ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ അവർക്ക് കംഫർട്ടബിൾ ആവുന്നത് അല്ലെ. അവിടെ കുട്ടികളെ നോക്കേണ്ടതായിട്ട് നമുക്ക് വരുന്നില്ല. ഓക്കെ, അത് മാനേജ്മെന്റ് ആയിരിക്കും അത് അറേഞ്ച് ചെയ്യുന്നത്. ടീച്ചേഴ്സിന് എല്ലാ സ്റ്റാഫുകൾക്കും വേണ്ടിയിട്ട് ഒരു ടൂർ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ടീച്ചേഴ്സ് ടൂർ എന്ന് പറയുന്നത്. മനസ്സിലായോ? These are the 4 types of tour categories. പേരൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ വരുന്നത് ജനറൽ ടൂർ അല്ലെങ്കിൽ ലോങ് ടൂർ, then ലോക്കൽ ടൂർ, റഷ്യൻ കൈൻഡ് ഓഫ് ടൈപ്പ് ടൂർ, then ടീച്ചർ ടൂർ. ഓക്കെ, ഇത് പഠിച്ചു വെക്കണം കേട്ടോ. ഇതിന്റെ എക്സ്പ്ലനേഷൻസ് നിങ്ങൾ പഠിക്കണം. ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇത് ഏത് ടൂർ ആണെന്ന് കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ, ഇങ്ങനെ ചോദിക്കും, എ പ്ലേസ് വിത്തിൻ ദ ടൗൺ ലൈക്ക് എ സൂ, ബൊട്ടാണിക്കൽ ഗാർഡൻ, സർക്കസ്, ചൈൽഡ് ഫിലിം എക്സെട്ര എന്ന് കൊടുത്തിട്ട് ഏത് ടൈപ്പ് ഓഫ് ടൂർ ആണ് നമുക്ക് ചോദിക്കും. അപ്പൊ ഏതാണ് എഴുതേണ്ടത്? ഏത് ടൈപ്പാണ്? ലോക്കൽ ടൂർ. ഓക്കെ, അങ്ങനെ മനസ്സിലായ ക്വസ്റ്റ്യൻ എങ്ങനെ വരും എന്താ? അല്ലെങ്കിൽ മറ്റേ 4 ടൈപ്സ് ഓഫ് ടൂർ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ്, ഏതൊക്കെ ടൈപ്സ് ഓഫ് ടൂർ ആണ് ഉൾപ്പെടുന്നത്, അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ക്വസ്റ്റ്യൻസ് ടീച്ചർ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ തീർന്നിട്ട് ഒരുമിച്ച് ഒന്ന് തരാം കേട്ടോ. 2 എണ്ണത്തിന് തന്നിട്ടില്ലേ? 2 ചാപ്റ്റേഴ്സിന് തന്നില്ലേ? ഓക്കെ, ബാക്കിയുള്ളത് തരാം കേട്ടോ. നമ്മൾ റെഡിയാക്കിയിട്ടുള്ളതാണ്. കുറച്ചും ഈസി ആയിട്ട് റെഡിയാകാനുള്ളത് കുറച്ചും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അത് മാറ്റിയിട്ട് കുറച്ചുകൂടി സിമ്പിൾ ആക്കി തരാനാണ് നോക്കാൻ. ഇപ്പൊ തന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയായിരുന്നു നിങ്ങൾ 2 ചാപ്റ്റേഴ്സിന്റെ പാർട്ട് 4-ലെ? ഓക്കെ, അത് വലിയ കുഴപ്പമില്ലല്ലോ, പഠിക്കാൻ എളുപ്പമല്ലേ? അതെ മാം. യെസ്. അപ്പൊ 4 ടൈപ്സ് ഓഫ് ടൂറുകൾ ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഇനി ഓക്കെ, beside the program of 2 types,
One is inside the campus, like a film show, puppet show, etc. ഇനി നമ്മള് സ്കൂളിനകത്ത് കണ്ടക്ട് ചെയ്യുന്ന കുറച്ച് പ്രോഗ്രാംസിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഇൻസൈഡ് പ്രോഗ്രാംസ് 2 ടൈപ്സിൽ ഇവിടെ വരുന്നുണ്ട്. ഒന്ന് ഇൻസൈഡ് ദ ക്യാമ്പസ്. ഇൻസൈഡ് ദ ക്യാമ്പസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻസൈഡ് ദ ക്യാമ്പസ് അല്ലെങ്കിൽ ഇൻസൈഡ് ദ സ്കൂൾ എന്ന് പറയുമ്പോൾ കേട്ടില്ല. സ്കൂളിന്റെ അല്ലെങ്കിൽ ക്യാമ്പസിന്റെ ഉള്ളിൽ ഫിലിം ഷോസ് കണ്ടക്ട് ചെയ്യും. അതുപോലെ തന്നെ പപ്പറ്റ് ഷോസ്. പപ്പറ്റ് ഷോ എന്താണ്? പപ്പറ്റ് ഷോ പാവക്കൂത്ത് പോലെയുള്ള സംഭവം പാവക്കൂത്ത് അല്ലെ പാവകളി എന്നൊക്കെ പറയുന്നത് അല്ലെ. അത്തരത്തിലുള്ള പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. സെക്കൻഡ് വേൾഡ് എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്സൈഡ് ദ ക്യാമ്പസ്. ചിൽഡ്രൻ ആർ ടേക്കൻ ടു സീ എ സർക്കസ്. Children cinema, etc. These are all then and there are disgorgement fees. ഇപ്പൊ ആരും സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ വരാട്ടെ, അത് അപ്പത്തെ ക്ലാസ്സിലാണ്. ഇപ്പൊ വരാട്ടെ, കുറെ നേരമായി തുടങ്ങിയിട്ട്. ഇല്ലല്ലോ, ശബ്ദമില്ലല്ലോ. ഇല്ല മാം, കേൾക്കാൻ സ്കൂള് പോലെ തന്നെയാണ്, പ്രോപ്പർ ക്ലാസ് ആണ്. അതൊന്നൊക്കെയാണ് ഈ പറ്റാൻ വരുന്നത്. നിങ്ങളെ പോലെ എനിക്ക് ക്ലാസ്സസ് അപ്പോഴും നടക്കുന്നുണ്ട്. അവരാണെങ്കിൽ സംസാരിക്കുന്നത് ആക്ടിവിറ്റി കൊടുക്കും സംസാരിക്കുന്നതാണ്. യെസ്. ഇനി ഔട്ട്സൈഡ് ക്യാമ്പസിൽ നമ്മൾക്ക് എന്തൊക്കെയായിരിക്കും ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാംസ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്? സർക്കസിന് കൊണ്ടുപോകാം, ചിൽഡ്രൻസ് സിനിമ കാണിക്കാം അല്ലെ. നന്നായിരിക്കും അത്തരത്തിലുള്ള പ്രോഗ്രാംസ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്ലവർ ഷോസ് അല്ലെങ്കിൽ എന്തെങ്കിലും പാർക്കിലൊക്കെ അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് നമുക്ക് തൊട്ടടുത്ത് കൊണ്ടുപോയി കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും എനിക്ക് വരുന്നത് ഔട്ട്സൈഡ് ദ ക്യാമ്പസിൽ വരുന്നത് അല്ലെ. ഓക്കെ. അപ്പൊ there are all then and there are disbursement fees. ഇതിന്റെ ഫീസ് വരുന്നത് എങ്ങനെയായിരിക്കും? ഫീസ് എങ്ങനെയായിരിക്കും? സ്കൂളാണോ എടുക്കുന്നത് അല്ലെങ്കിൽ കുട്ടികളാണോ എടുക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അത്? കുട്ടികൾ തന്നെ ആയിരിക്കും എടുക്കുന്നത്. സ്കൂൾ ഒരു ഭാഗം കൊടുക്കും, കുട്ടികൾ ഒരു ഭാഗം എടുക്കും. ചിലപ്പോൾ സ്കൂൾ ഫ്രീ ആയിട്ട് കൊണ്ടുപോകും, ചില സമയത്ത് ചിലപ്പോൾ ആരും സ്പോൺസർ ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഫ്രീ ആയിട്ട് കൊണ്ടുപോകും. അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയൊരു പാസോ അങ്ങനെ പാസ്സൊക്കെ ഉണ്ടാവില്ല ചില സ്ഥലങ്ങളിലേക്ക് ആണ്. അതിന്റെ ഫീസ് മാത്രം കുട്ടികൾക്ക് ഈടാക്കും. ഓക്കെ. ഇനി ഇതേ സെയിം ആക്ടിവിറ്റി തന്നെ ടീച്ചേഴ്സിന് ചെയ്യാം അല്ലെ. ടീച്ചറിന്റെ സ്വന്തം ക്ലാസ്സിലെ കുട്ടികൾ ഇങ്ങനെയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് സർക്കസിനോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ ക്യാമ്പസിൽ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഫ്ലവർ ഷോ കാണിക്കുന്നതിനോ എന്തെങ്കിലും അങ്ങനെയുള്ള പ്രോഗ്രാംസ് ടീച്ചേഴ്സിന് ഓൺ ക്ലാസ് ടീച്ചേഴ്സിന് മാത്രം അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ. പക്ഷെ വളരെ റിസ്ക് ആണ്, വളരെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു കാര്യമാണ് അത്തരത്തിൽ കുട്ടികളെ കൊണ്ടുപോകുന്നത്. Okay. In all above the cases, wherever the teacher is given any kind of fees collection works, the teacher should keep a notebook and enter the daily collection in it with the date, name of the students, amount collected, and the purpose of as a heading of the page. അപ്പൊ ഇവിടെ എന്ത് കേസസും ആയിക്കോട്ടെ, ഇപ്പൊ ടൂറിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റെന്ത് പ്രോഗ്രാംസും ആയിക്കോട്ടെ, ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അതിലെന്താണ് ഫീസ് കളക്ട് ചെയ്യുന്നു വരുന്നത് അല്ലെ. അപ്പൊ ഫീസ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കൃത്യമായിട്ടൊരു നോട്ട്ബുക്കിൽ കൃത്യമായിട്ട് ഡെയിലി കളക്ഷൻസ് രേഖപ്പെടുത്തിയിരിക്കണം, എൻറ്റർ ചെയ്തിരിക്കണം. അതിൽ എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം? അതില് വിത്ത് ഡേറ്റ്, നെയിം ഓഫ് സ്റ്റുഡൻസ്, എമൗണ്ട് കളക്റ്റഡ് ആൻഡ് പർപ്പസ് ഓഫ് ദ ഹെഡിങ് ഓഫ് ദ പേജ്. ഏത് പർപ്പസിലാണ് കുട്ടിയിൽ നിന്ന് ഫീസ് വാങ്ങിച്ചിരിക്കുന്നത്? ഇപ്പൊ ഫിലിം ഷോ അല്ലെങ്കിൽ എന്താണ് സർക്കസ്, ഇങ്ങനെ ഒരു സബ് ഹെഡിങ് കൊടുക്കണം. നമ്മൾ എന്തിനാണത് വാങ്ങിച്ചതെന്ന് നമുക്ക് അല്ലേ അറിയാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ടീച്ചേഴ്സ് അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ. Okay. Then preferably with a statement about the received amount. അതായത് ടോട്ടൽ എമൗണ്ട് ഇൻ വേർഡ്സിൽ എഴുതണം. നമ്മൾ എത്ര എമൗണ്ട് ആണ് വാങ്ങിച്ചത് നമ്മൾ വേർഡ്സിൽ എഴുതണം. ഓക്കെ. Then the amount of the bill is put. She should note the bill number. പിന്നെ ബില്ല് എഴുതുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നോട്ട് ചെയ്യണം? bill number, serial number, and the name of the students when the bills are disbursed. അപ്പൊ വെറുതെ ഒരു ബില്ല് മാത്രമാണോ നമ്മൾ കൊടുക്കേണ്ടത്?
അല്ല, അതിന് ബിൽ നമ്പർ സീരിയൽ നമ്പർ സീരിയൽ നമ്പറൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കൃത്യമായിട്ട് കുട്ടികൾക്ക് ഇപ്പൊ എഴുതിയതിനു ശേഷം ഒരു വാങ്ങിച്ചതിന് ശേഷം നമ്മൾ ചിലപ്പോൾ അത് കൊടുക്കും അല്ലെ. നമ്മുടെ കയ്യിൽ ആ ഒരു ബില്ലുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കും, നമ്മുടെ കയ്യിൽ ഒരു രേഖ ഉണ്ട്. അപ്പൊ കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് സീരിയൽ നമ്പറും പേരും ഡേറ്റും കറക്റ്റ് ആണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ കുട്ടികൾക്ക് അത് കൊടുക്കാനായിട്ട്. ഓക്കെ, മനസ്സിലായല്ലോ? എളുപ്പമല്ല കാര്യങ്ങള്. ടീച്ചർ ഫീസ് കളക്ട് ചെയ്യുന്ന സമയത്ത് ഒരു നോട്ട്ബുക്ക് കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കണം. അതിന് കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിരിക്കണം. പിന്നെ എന്താണ് അതിന്റെ പർപ്പസ് എന്നുള്ളതിന് സബ് ഹെഡിങ് രേഖപ്പെടുത്തണം. പിന്നെ എന്താണ് സീരിയൽ നമ്പർ, ബിൽ നമ്പർ ഒക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എമൗണ്ട് എഴുതുമ്പോൾ നമ്മൾ ടോട്ടൽ എമൗണ്ട് ഇൻ വേർഡ്സിലായിരിക്കണം എഴുതുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ അത്? നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നോട്ട് സ്വീകരിക്കാൻ പറയുന്നത്? മേൽപ്പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കുമാണ് അല്ലെ. ടൂർ ആയാലും പ്രോഗ്രാംസ് ആയാലും കണ്ടക്ട് ചെയ്യുമ്പോൾ എന്താണ് ഒരു നോട്ട്ബുക്കിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ രേഖപ്പെടുത്തിയിരിക്കണം. ഓക്കെ, അത് നല്ലൊരു ഹാബിറ്റ് ആണത് അല്ലെ. പിന്നീട് ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഒരു ഹാബിറ്റ് പിന്നീട് അങ്ങോട്ട് നമുക്ക് എപ്പോഴും ഉണ്ടാവും. ഈ ഒരു ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളത് ചിലവർക്ക് നേരത്തെ ഉണ്ടാവും. പ്രത്യേകിച്ച് ടീച്ചർ ആയി കഴിയുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ നോട്ട് ചെയ്ത് പോകും. അത് പിന്നീട് അതൊരു നല്ലൊരു ഹാബിറ്റ് ആയിട്ട് മാറുള്ളൂ. നമുക്ക് ഇപ്പൊ എന്ത് കാര്യം ചെയ്യുമ്പോൾ റിട്ടയർഡ് ആയി എന്ന് വിചാരിച്ചോട്ടെ, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വർക്ക് കഴിഞ്ഞു പിന്നീട് നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോഗ്രാം വരുമ്പോൾ നമ്മൾ സ്വയം കണ്ടക്ട് ചെയ്ത് നമ്മൾ അത് രേഖപ്പെടുത്തും. എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ അതിൽ എഴുതണം, എന്തൊക്കെ ഞാൻ ചെയ്യണം, എന്തൊക്കെ വായിക്കണം, നമ്മൾ സ്വമേധയ അങ്ങനെ നമ്മൾ അങ്ങനെ ആയിട്ട് പോകും കേട്ടോ. ഞാൻ അങ്ങനെ ആയിട്ടുണ്ട്, അതൊക്കെയാണ് പറയുന്നത്. നിങ്ങളും അങ്ങനെയാവും. അപ്പൊ നമുക്കൊരു ഐഡിയ ഉണ്ടാവും എന്ത് ചെയ്യണം, എന്താ ചെയ്യേണ്ടത്. ഞാൻ ആ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് ആ മാനേജ്മെന്റ് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഗുഡ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ശീലമില്ലാത്തവർ അതൊക്കെ ശീലിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, then taking part in function and meetings. ഇനി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രോഗ്രാംസിൽ വരുന്നുണ്ട് അല്ലെ, മീറ്റിംഗ്സ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സിന് വർക്ക് വരുന്ന ഒരു ഏരിയയാണ്. ഇപ്പൊ ക്ലാസ് എടുക്കുക എന്നതിനുപരി എന്താണ് ഇത്തരത്തിൽ പ്രോഗ്രാംസുകൾ വരുമ്പോഴാണ് ടീച്ചേഴ്സിന് കുറച്ചുകൂടി എന്താണ് ഉത്തരവാദിത്തങ്ങൾ കൂടുന്നത്, ഒരുപാട് വർക്ക് ലോഡുകൾ വരുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് ഒരു ഫംഗ്ഷനോ മീറ്റിംഗ്സ് ഒക്കെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് the teacher should think of school as a home. When a function is celebrated in the home, everyone gets some part in the function. ടീച്ചർ സ്വന്തം സ്കൂളിനെ എന്തായിട്ടാണ് കാണേണ്ടത്? തന്റെ സ്വന്തം വീട് എന്നുള്ള രീതിയിൽ ആ ഒരു കോൺസെപ്റ്റിലായിരിക്കണം എല്ലാ അധ്യാപകരും തന്റെ സ്കൂളിനെ കാണേണ്ടത്. ഇപ്പൊ നമ്മൾ അങ്ങനെ ആയിരിക്കണം അവിടെ വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് നമ്മളുടെ ഫംഗ്ഷൻ ആയിട്ട്, നമ്മുടെ എല്ലാവരും ഇപ്പൊ വീട്ടിൽ നടക്കുന്ന ഒരു ഫംഗ്ഷൻ ആയിട്ട് തന്നെ നമ്മളത് അതേ രീതിയിൽ അക്സെപ്റ്റ് ചെയ്തിട്ട് വേണം ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. എങ്കിൽ മാത്രം നമുക്കത് ആസ്വദിച്ചും ആത്മാർത്ഥതയോടും ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ വെറുതെ എന്താ പറയാ ഇഷ്ടമില്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾഫിൽ ആയിട്ട് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, besides, when a function is resolved to be celebrated in the school or a meeting is decided to be conducted in the school, the teacher has a part in it. The wonder work to be shared in the function and meetings are okay. അപ്പൊ നമ്മൾ പറഞ്ഞു ടീച്ചർ ഒരു സ്കൂളിനെ കാണുന്നത് തന്റെ ഹോം ആയിട്ടും അവിടെ നടക്കുന്ന ഫംഗ്ഷൻ തന്റെ വീട്ടിലെ ഒരു ഫംഗ്ഷൻ ആയിട്ട് തന്നെയായിരിക്കും ടീച്ചേഴ്സ് കാണുന്നത്. അപ്പൊ എന്ത് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്താലും ഇപ്പൊ എന്ത് ഡിസൈഡ് ചെയ്താലും എന്താണ് ടീച്ചേഴ്സ് അതൊരു വലിയൊരു ഭാഗം ഒരുക്കും. എന്ത് പ്രോഗ്രാമിന്റെയും ഏറ്റവും വലിയൊരു ഭാഗം എന്ന് പറയുന്നത് അധ്യാപകർ തന്നെയായിരിക്കും. ഓക്കെ, ഇനി അവർക്ക് ഏതൊക്കെ രീതിയിലുള്ള വർക്ക്സുകളാണ് വീതിച്ചു കൊടുക്കുന്നത് നോക്കാം. എന്തൊക്കെ പ്രോഗ്രാംസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വർക്കുകൾ ടീച്ചേഴ്സ് ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വരുന്നത് എന്താണ്? അറേഞ്ചിങ് ദ VIP അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ കമ്മിറ്റി, then സ്റ്റേജ് അറേഞ്ച്മെന്റ്സ്, ഡ്രിങ്ക്സ് ആൻഡ് ടേബിൾ അറേഞ്ച്മെന്റ്സ്, പീസ് കീപ്പിംഗ് ആൻഡ് ഗേറ്റ് ഡ്യൂട്ടി. ഈ 4 രീതിയിലായിരിക്കും വർക്ക്സിൽ വരുന്നത്. ഫസ്റ്റ് വരുന്നത് എന്താണ്? അറേഞ്ചിങ് ദ VIPs അല്ലെ, വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺസിനെ നിങ്ങൾ അറേഞ്ച് ചെയ്യുമ്പോൾ, അതായത് one or few teachers who take the work are capable for not only getting the dates from the VIP, they should only do the work printing invitations and issuing them. അപ്പൊ നമ്മൾ VIP ഇൻവൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഒരു വർക്ക് കൊടുക്കുകയാണ്. അയാൾ വരുമ്പോ മാത്രം അംഗീകരിക്കുന്ന കാര്യമാണോ നമ്മൾ ചെയ്യുന്നത്? അല്ലെങ്കിൽ അയാള് സ്റ്റേജിൽ ഇരുത്തുന്ന കാര്യമാണോ ചെയ്യേണ്ടത്? അല്ല അല്ലെ.
നമ്മൾ ഇൻവിറ്റേഷൻസ് പ്രിന്റ് ചെയ്യണം. അത് ആ ഡ്യൂട്ടീസും ആരുടേതാണ്? ടീച്ചേഴ്സ് ആണ് അത് റെഡിയാക്കേണ്ടത് കേട്ടോ. VIPsന് വേണ്ടിയിട്ടുള്ള പ്രിന്റിംഗ് ഇൻവിറ്റേഷൻസ് ഇഷ്യൂ ചെയ്യുന്നതും അതുപോലെ തന്നെ എന്താണ്? They should meet the VIPs again to make arrangements for the arrivals. പിന്നെ എന്താണ്? നമ്മൾ VIPsനെ പോയി കണ്ട് അറേഞ്ച്മെന്റ്സ് ചെയ്യണം. വരാനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലായിരിക്കും മറ്റു കാർ അയക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കൂട്ടിക്കൊണ്ടാണ് വരുന്നതെങ്കിൽ എന്താണ്? അതിനുള്ള അറേഞ്ച്മെന്റ്സ്, വാഹനങ്ങൾ, ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടി വരും. ടീച്ചർ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട് മാം. Okay, they should be okay. Then retreat and they are only responsible for the moment and the refreshment for the invited person. നമ്മൾ ഒരു പ്രോഗ്രാമിന് അയാൾ ഇൻവൈറ്റ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത് അല്ലെ. ആളെ പ്രിന്റിംഗ് ഇൻവിറ്റേഷൻസ് റെഡിയാക്കുന്നു, ആളെ ഇൻവൈറ്റ് ചെയ്യുന്നു, ആളെ കൊണ്ടുവരുന്നു. അതിനുശേഷം എന്താണ്? സ്റ്റേജിൽ കയറ്റി ഇരുത്തുന്നത് അല്ലെ. സ്റ്റേജിൽ കയറ്റി ഇരുത്തിയതിനു ശേഷം എന്താണ്? ആളുടെ ചടങ്ങ് ഇപ്പൊ ഒരു എന്താണ്? ഇനാഗുറേഷൻ ആണല്ലോ. ആ ഇനാഗുറേഷൻ ചടങ്ങ് കഴിഞ്ഞ് എന്താണ്? ആള് വെറുതെ പറഞ്ഞാണ് ഇതിന്റെ നമ്മളെ വെറുതെ പറഞ്ഞു വിടുമോ ആ സെലിബ്രേറ്റിനെ നമ്മള്? അല്ല മാം, ഫുഡൊക്കെ കൊടുക്കണം, ഫുഡ് അറേഞ്ച്മെന്റ് ചെയ്യണം, പിന്നെ അവരെ തിരിച്ചുകൊണ്ടാക്കണം. നമ്മള് VIPsനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. വെള്ളമോ ഫ്രൂട്ട്സ് എന്തെങ്കിലും വെച്ചിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ എന്താണ്? പ്രോഗ്രാം കഴിഞ്ഞ ശേഷം നമ്മൾ സ്നേഹവിരുന്ന് എന്നൊക്കെ പറയും അല്ലെ. ഒരു റിഫ്രഷ്മെന്റ് കൊടുക്കും അല്ലെ. റിഫ്രഷ്മെന്റ് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യും. അതായത് അവർക്കുള്ള ഒരു ഭക്ഷണം വരുന്നത് അതുവരെയും അറേഞ്ച് ചെയ്യുന്നത് ആരാണ്? VIPനെ അറേഞ്ച് ചെയ്യുന്ന ടീച്ചേഴ്സ് തന്നെയായിരിക്കും അതും കൂടി ഹാൻഡിൽ ചെയ്യേണ്ടത്. അപ്പൊ അവരവിടെ കൊണ്ടുവരുത്തി ഭക്ഷണം കൊടുത്തിട്ട് വേണം നമ്മൾ അവരെ ലാസ്റ്റ് ബായ് പറഞ്ഞു വിടാനായിട്ട്. ഓക്കെ, അത്ര വലിയ ഉത്തരവാദിത്തങ്ങൾ ആരായിരിക്കും? VIPsനെ അറേഞ്ച് ചെയ്യുന്ന ടീച്ചേഴ്സ് ആയിരിക്കും അത് ഹാൻഡിൽ ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾക്കും ഈ ഒരു ഉത്തരവാദിത്തം വന്നെന്ന് വരാം. അപ്പൊ നോക്കിയും കണ്ടും ചെയ്തോളണം. ഓക്കെ, മനസ്സിലായല്ലോ? അത് വീണ്ടും വീണ്ടും പറയാത്തത് നിങ്ങൾക്ക് എളുപ്പമായതുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കാത്തത്. ഇതൊക്കെ നമുക്ക് നടക്കുന്ന കാര്യങ്ങളാണ്, അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. എങ്കിലും പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ഇനി അപ്പൊ അറേഞ്ചിങ് VIPs ക്ലിയർ ആണല്ലോ? അറേഞ്ചിങ് VIPs. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് വരുന്ന വർക്കാണ് എന്നത്. ഞാൻ എല്ലാ ക്ലാസ്സിലും എല്ലാ കുട്ടികൾക്കും കൊടുത്തിട്ട് ഓരോരുത്തരാണ് ഇത് ചെയ്തിരുന്നത്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യിപ്പിച്ചതന്നെ. സ്റ്റേജ് അറേഞ്ച്മെന്റ്സ്, സ്റ്റേജ് അറേഞ്ച് ചെയ്യാനായിട്ട് കുറച്ച് ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും. Yes, one of the few teachers taking this in charge should be responsible only for the mile arrangements. She should not move further up the stage. Others of the stage arrangement should take care of the decoration, seating arrangements, etc. If the screen is used by a teacher, on each side of the screen should not move away till the end. One of the few teachers taking this in charge. In stage arrangements, കുറച്ച് ടീച്ചേഴ്സ് ആയിരിക്കും ഇത് വീതിച്ചു കൊടുത്തിരിക്കുന്നത് അല്ലെ. എല്ലാത്തിലും നമുക്ക് നിർത്തണം അല്ലെ. അപ്പൊ ഓരോരുത്തർക്ക് ഇപ്പൊ ഒരു മാക്സിമം ഒരു 2 പേര് അല്ലെങ്കിൽ ഒരു 3 പേരായിരിക്കും സ്റ്റേജ് അറേഞ്ച്മെന്റ്സ് ചെയ്യാനായിട്ട്. യെസ്, അപ്പൊ സ്റ്റേജ് അറേഞ്ച്മെന്റ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം? ഡെക്കറേഷൻ, സ്റ്റേജിൽ സീറ്റ്, എത്ര ചെയർ വേണം, അവർക്ക് ഒരു ടേബിള്, അതിന്റെ പുറത്ത് കുടിക്കാനുള്ള വെള്ളം, പിന്നെ ഓരോ സെലിബ്രേഷൻ അനുസരിച്ചുള്ള ഫ്ലെക്സ്. ഇപ്പൊ ഓണം സെലിബ്രേഷന്റെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സാധനങ്ങള്, പിന്നെ മൈക്ക് സെറ്റ് ശരിയാണോ എന്ന് നോക്കണം. പിന്നെ എന്തൊക്കെയാണ്? സ്റ്റേജിന്റെ എല്ലാ ചെയേഴ്സും കറക്റ്റ് ഓർഡറിലാണോ അല്ലെ? കുട്ടികൾ കൃത്യമായിട്ട് ഇരിക്കാനുള്ള വരികളൊക്കെ കൃത്യമായിട്ടുള്ള ടീച്ചേഴ്സും സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഇരിക്കാനുള്ള സെപ്പറേറ്റഡ് ആയിട്ടുള്ള പ്ലേസസ് ഉണ്ട്, അതൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. പിന്നെ എന്താണ്? സ്റ്റേജില് നമ്മൾ ഈ VIPsനെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്താണ് അവരെ ഇൻവൈറ്റ് ചെയ്യുമ്പോ അല്ലെ, അവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇപ്പൊ പൂ കൊടുക്കുന്നുണ്ടില്ലേ കുട്ടികള്? പൂ കൊടുക്കുന്നുണ്ടില്ലേ കുട്ടികള്? സ്റ്റേജിൽ അറേഞ്ച്മെന്റ് ചെയ്ത് തീർക്കും. ഇപ്പൊ 5 കുട്ടികൾ ഇപ്പൊ അല്ലെങ്കിൽ അഞ്ച് പ്രധാന വ്യക്തികളായിരിക്കും സ്റ്റേജിനകത്തുള്ളത്. അപ്പൊ 5 പേർക്ക് എന്താണ് 5 കുട്ടികളായിരിക്കും പൂക്കൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അവര് ചിലപ്പോ ഒരു ബൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് പോലെ. അപ്പൊ അതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ആരായിരിക്കും? അതോട് പറഞ്ഞിട്ടില്ല കേട്ടോ.
അതും അറേഞ്ച് കൊടുക്കുന്നത് സ്റ്റേജ് അറേഞ്ച്മെന്റ്സിന് കൊടുത്തിരിക്കുന്ന ടീച്ചേഴ്സ് ആയിരിക്കും ആ കുട്ടികളെ അണിനിർത്തേണ്ടത്. ഓക്കെ, അവരെ ബാക്ക് സ്റ്റേജിൽ അതിന് റെഡി ആയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റേജിന് ബാക്കി ഡെക്കറേഷൻസ്, സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, അത്തരം കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം ടീച്ചേഴ്സ് ആയിരിക്കണം കൈകാര്യം ചെയ്യുന്നത്. ഇനി സ്ക്രീനിന്റെ അടുത്ത് തന്നെ ആയിട്ട് ടീച്ചേഴ്സ് ഉണ്ടായിരിക്കണം. സ്ക്രീനിന്റെ അടുത്ത് തന്നെ ടീച്ചേഴ്സ് ഉണ്ടായിരിക്കണം. Then the teacher on each side of the screen should not move away till the end. പിന്നെ എങ്ങനെയായിരിക്കണം? സ്ക്രീനിന്റെ ഓരോ വശത്തും ഓരോ അധ്യാപകർ ഉണ്ടായിരിക്കണം. ഒരു അധ്യാപകൻ അവസാനം വരെ എവിടെ ഉണ്ടായിരിക്കണം? സ്റ്റേജിനകത്ത് തന്നെ ഉണ്ടായിരിക്കേണ്ടതാണ്. സ്റ്റേജ് കാര്യങ്ങൾ വാച്ച് ചെയ്യുന്നതിനായിട്ട് സ്റ്റേജിനകത്ത് തന്നെ ഉണ്ടായിരിക്കേണ്ടതാണ്. അവിടെ മൂവ് ചെയ്യാനായിട്ട് അത് പാടില്ല. ഓക്കെ, അതാണ് സ്റ്റേജ് അറേഞ്ച്മെന്റ്സിൽ വരുന്നത്. വേഗം വേഗം പറയുന്നതാണ് കേട്ടോ. അതൊക്കെ അല്ലേ. ഇനി ഡ്രിങ്ക്സ് ആൻഡ് എഡിബിൾ അറേഞ്ച്മെന്റ്സ്. നെക്സ്റ്റ് എന്താണ്? ഡ്രിങ്ക്സ് ആൻഡ് എഡിബിൾ അറേഞ്ച്മെന്റ്സ്. ഇവിടെ എന്ത് കാര്യം വരുന്നത്? വെള്ളം കുടിക്കാൻ കൊടുക്കുന്നതിന്റെയും പിന്നെ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഫുഡോ? Yes, very good. സ്നാക്സ് അങ്ങനത്തെ. Yes. The teacher of this charge should perform the work of purchasing, preparing, allocation and cleaning the vessels. They should keep proper vouchers and hand over them to principal. Drinks and edible arrangements. Programs നടക്കുമ്പോൾ തന്നെ എന്താണ് അവിടെ ഫുഡ്സിന്റെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടത് വരുന്നത് അല്ലെ. അപ്പൊ അത് പോയി പർച്ചേസ് ചെയ്യണം. എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിക്കേണ്ടതുള്ളത്. ഇപ്പൊ ബേക്കറി ഐറ്റംസ് ആയിരിക്കും അല്ലെ, അല്ലെങ്കിൽ വാട്ടർ ഐറ്റംസ് അല്ലെങ്കിൽ ജ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ആവാം. അത് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടി വരും. ആ ടീച്ചറായിരിക്കും അത് പർച്ചേസ് ചെയ്യേണ്ടത്. പിന്നെ അത് പ്രിപ്പറേഷൻ ചെയ്യണം, എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യണം എന്നൊക്കെ. നമ്മുടെ VIPs ഒക്കെ വരുന്ന സമയത്ത് അതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവരായിരിക്കുള്ളൂ അല്ലെ. ഫുഡ്സിന്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അവരായിരിക്കും. ഫുഡ് കമ്മിറ്റി തന്നെ സ്കൂളിൽ ഉണ്ടായിരിക്കും. അലോക്കേഷൻ ആൻഡ് ക്ലീനിങ് വെസൽസ്. വെസൽസ് എന്താണ്? പാത്രങ്ങൾ അല്ലെ. കൃത്യമായിട്ടുള്ള പാത്രങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അലോക്കേറ്റ് ചെയ്യുന്നത് അവരായിരിക്കും. They should keep proper vouchers and hand over them to the principals. ഇനി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വൗച്ചേഴ്സും ഉണ്ടാവും അല്ലെ. ഇതൊക്കെ വാങ്ങിച്ചതിന്റെ കറക്റ്റ് കാര്യങ്ങളും ബിൽസ് ഒക്കെ അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ പ്രിൻസിപ്പലിന് ഹാൻഡ് ഓവർ ചെയ്യും. അത്രയാണ് ഡ്രിങ്ക്സ് ആൻഡ് എഡിബിൾ അറേഞ്ച്മെന്റ്സ് ചെയ്യുന്ന ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തം വരുന്നത്. അത്ര ഉള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ സാധനങ്ങളൊക്കെ പോയി വാങ്ങിക്കുക, കറക്റ്റ് രീതിയിൽ അറേഞ്ച് ചെയ്യിപ്പിക്കുക, അത് കംപ്ലീറ്റ് ചെയ്ത് കഴിച്ചതിന് ശേഷം പിന്നെ അടുത്ത ആൾക്കാർ വരുന്ന സമയത്ത് അവരെ കയറ്റി ഇരുത്താം. അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്തത് പീസ് കീപ്പിംഗ്. പീസ് കീപ്പിംഗ് എന്താണ്? ക്രമസമാധാനം പാലിക്കണം അല്ലെ. ക്ലാസ്സില് സ്കൂളിലെ പ്രോഗ്രാംസ് നടക്കുമ്പോൾ കുട്ടികൾ നല്ല ബഹളമായിരിക്കും. അത് കീപ്പ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. In many schools, when the meeting is started, the teacher എന്നാണ് കേട്ടോ. ടീച്ചർ എന്നാണ് എടുക്കുന്നത്. Teacher align in a row and sit together, which is a wrong thing. ഒരു പരിപാടി നടക്കുന്ന സമയത്ത് ചില ടീച്ചർമാർ എന്താണ് ഫ്രണ്ടിൽ തന്നെ ആരും പോയിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ പോയി കുറച്ച് പേര് ഗ്യാങ് ആയിട്ട് അവിടെ ഇരിക്കും. അങ്ങനെ ഇരിക്കുന്നത് നല്ലൊരു പരിപാടിയാണോ? റോങ് തിങ് ആണ് അല്ലെ. അങ്ങനെ ഇരിക്കരുത്. ഒരു റോ ചിലപ്പോൾ ടീച്ചേഴ്സ് കൈകാര്യം ചെയ്ത് അങ്ങനെ കയറി ഇരിക്കും പ്രോഗ്രാം കാണാൻ വേണ്ടി. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മള് ഡ്യൂട്ടീസ് ഒന്നും ഇല്ലെങ്കിൽ ഇരിക്കാം, അല്ലെങ്കിൽ ഓക്കെ. Those who are not having the prime work of the inviting, the VIP stages arrangements and any other dispersed work is indirect that they are given peacekeeping duty. അപ്പൊ നമ്മൾ ഒരിക്കലും എന്താണ് അത്തരത്തിലൊരു യാതൊരു വർക്കും ഒന്നും ഇല്ല എന്ന രീതിയിൽ അവിടെ ഇരിക്കാനായിട്ട് പാടില്ല. അവിടെ അതിപ്പോ നമ്മൾ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചറിനോട് ആരും പറയണ്ട കുട്ടികളെ അടക്കി ഒതുക്കി ഇരുത്താന്നുള്ളത് നമ്മൾ പറയേണ്ട കാര്യമില്ല അല്ലെ. ടീച്ചർ അത് മേൽനോട്ടം വഹിക്കേണ്ട ടീച്ചറിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. ഓക്കെ, അപ്പൊ പ്രത്യേകിച്ച് ഇൻവൈറ്റ് ദ VIPs ആൻഡ് സ്റ്റേജ് അറേഞ്ച്മെന്റ്സ് പ്രൈം വർക്ക് ആയിട്ട് വരുന്ന എന്താണ്? VIPസിനെ കൊണ്ടുവരുന്ന സമയത്ത് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ ആ സമയത്ത് നമ്മൾ എന്താണ് ഈസി കീപ്പ് ചെയ്യുന്ന തരത്തിൽ കുട്ടികളെയൊക്കെ അറേഞ്ച് ചെയ്ത് നിർത്തും. ചിലപ്പോൾ സെലിബ്രിറ്റിനെയൊക്കെ കണ്ട സമയത്ത് കുട്ടികൾ ചിലപ്പോൾ ആഹ്ലാദപൂർവ്വം ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി തരാം അല്ലെ. അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ക്രൗഡ്സും അല്ല. അപ്പൊ അതൊക്കെ ഒന്ന് മാനേജ് ചെയ്യേണ്ട ഡ്യൂട്ടി മാർക്കായിരിക്കും ടീച്ചേഴ്സ് ആയിരിക്കും കൈകാര്യം ചെയ്യുന്നത്. പിന്നെ they should not only stand on the both side of the meeting hall at a gap with each other but also in the center and a few at the gate. ഇനി മീറ്റിംഗ് തുടങ്ങി കഴിഞ്ഞ് നമ്മൾ ബോത്ത് സൈഡ്സിൽ എന്താണ് ബോത്ത് സൈഡ്സിന്റെ ഗ്യാപ്പ് ഫിൽ ചെയ്യുന്ന തരത്തിൽ ടീച്ചേഴ്സ് ഓരോ ഗ്യാപ്പിലും കുട്ടികളെ വാച്ച് ചെയ്യുന്നതിനായിട്ട്, കുട്ടികളെ ഡിസിപ്ലിൻ ചെയ്യുന്നതിനായിട്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ് കുറച്ചു പേര് എവിടെ ഉണ്ടായിരിക്കണം? ഗേറ്റ് ഡ്യൂട്ടി കൈകാര്യം ചെയ്യുന്നതിനും ഗേറ്റിന്റെ സൈഡിൽ കുറച്ച് ടീച്ചേഴ്സും കൂടെ അവിടെ ഉണ്ടായിരിക്കേണ്ടതാണ്.
പ്രോഗ്രാം നടക്കുമ്പോൾ നമുക്കറിയാലോ പിള്ളേരെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ തീരുന്നത് വരെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചേഴ്സിന് ഇങ്ങനെ പീസ് കീപ്പിങ്ങിനായിട്ട് അറേഞ്ച് ചെയ്യുന്നത്. യെസ്, മനസ്സിലായോ അത് പീസ് കീപ്പിംഗ്? Next, gate duty. Gate duty. It is the policy statement that the entry classrooms, urinals, toilets, and other weak spots, the chance for the crime are there to take place. അതായത് പോലീസിന്റെ മുന്നിൽ പോലീസുകാർ പറയുന്നത് എന്താണ്? അക്രമങ്ങൾ നടക്കാനുള്ള ഒരു ചാൻസ് ഉള്ള പ്ലേസസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? യൂറിനൽസ്, ക്ലാസ് റൂംസ്, ടോയ്ലറ്റ്സ് ആൻഡ് അതർ വീക്ക് സ്പോട്സ്. വീക്ക് സ്പോട്ട് എന്ന് ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും സ്കൂളിന്റെ പ്രത്യേക സ്ഥലങ്ങൾ ഉണ്ടായിരിക്കും, ആളൊഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള സ്ഥലങ്ങൾ എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള ക്രൈംസ് കുട്ടികളായിട്ട് നടക്കാനുള്ള ചാൻസസ്. അപ്പൊ അവിടേക്ക് എന്താണ് പ്രത്യേകമായിട്ട് അധ്യാപകർ ഓരോരുത്തരും അവിടെ നിർത്തേണ്ടതുണ്ട്. സോ 3 or 4 the teachers are allotted to gate attending. അപ്പൊ 4 ടീച്ചേഴ്സ് ആയിരിക്കണം ഓൾറെഡി ഗേറ്റ് നോക്കുന്നതിനാണ്. ഗേറ്റില് കുട്ടികൾ പുറത്തേക്ക് പോകുന്നുണ്ട് അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും പരിചയമില്ലാത്ത ആൾക്കാർ ആരെങ്കിലും കയറുന്നുണ്ടോ എന്ന രീതിയിൽ സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ കൂടി എന്താണ് ടീച്ചേഴ്സിന് അവിടെ ഡ്യൂട്ടി വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അത് നോക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ they should go round the school including urinals and lavatories and check the students once in half an hour. 1 or 2 should ever be at the gate. ഇനി നമ്മളെ ഗേറ്റ് ഡ്യൂട്ടി മാത്രമല്ല കൈകാര്യം ചെയ്യേണ്ടത്, നമ്മളെ ഗ്രൗണ്ടിൽ അല്ലെ, സ്കൂൾ ഗ്രൗണ്ടിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. പ്രത്യേകിച്ച് യൂറിനൽസ് അല്ലെ, യൂറിനൽസ് അതുപോലെ ലബോറട്ടറീസ് ഉദ്ദേശിക്കുന്നത് ശൗചാലയങ്ങൾ തന്നെയാണ് കേട്ടോ. ക്ലീനിങ് ഏരിയാസ് അല്ലെങ്കിൽ റിഫ്രഷ്മെന്റ് ഏരിയാസിൽ തന്നെയാണ്. അപ്പൊ അവിടേക്ക് എന്താണ് കുട്ടികളെ പ്രത്യേകമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. വൺസ് ഇൻ ഹാഫ് ആൻ അവർ അല്ലെ, ഹാഫ് ആൻ അവേഴ്സ് അനുസരിച്ച് നമ്മള് കുട്ടികളെ അവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അല്ലെ. അപ്പൊ കൃത്യമായിട്ട് ടീച്ചേഴ്സ് ചെക്ക് ചെയ്യണം. 1 or 2 should ever be at the gate. ഇനി പിന്നെന്താണ്? 2 ടീച്ചേഴ്സ് ഗേറ്റിൽ അവിടെ തന്നെ കൃത്യമായിട്ട് കുട്ടികളെ വാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഗേറ്റ് പരിസരത്ത് തന്നെ ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ, യെസ്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഫങ്ഷൻസ് ആൻഡ് മീറ്റിംഗ്സ്. പ്രത്യേകമായിട്ട് ടീച്ചേഴ്സിന് ഏതൊക്കെ ഫങ്ഷൻസ് ആണ് വരുന്നത്, ഏതൊക്കെ ഡ്യൂട്ടീസ് ആണ് വരുന്നത്? Arranging the VIPs. Arranging the VIPs. Stage arrangements. Stage arrangements. Drinking and edible arrangement. Peacekeeping. Peacekeeping and Gate duty. ഓക്കെ, മനസ്സിലായോ അത്? Yes, ma'am. Yes, ma'am. അപ്പൊ നമ്മളുടെ 3rd ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിംഗ് എന്ന ചാപ്റ്റർ കഴിഞ്ഞു. ഈ ക്ലാസ് എടുത്തപ്പോ മാം, ഈ ക്ലാസ് എടുത്തപ്പോ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. കാരണം എന്താ വെച്ചാല് ഈ ടീച്ചേഴ്സ് ചെയ്യണ ഡ്യൂട്ടി നമ്മൾ കണ്ട് മനസ്സിലാക്കിയ ആളാണ് ഞാന്. മോളുടെ കൂടെ സ്റ്റേറ്റിൽ തിരുവനന്തപുരത്തേക്ക് പോയപ്പോ അവിടെ നമുക്ക് സ്റ്റേജിൽ കയറാൻ പറ്റൂല. സ്റ്റേറ്റ് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. മറ്റേ സബ് ജില്ലയ്ക്ക് അവർക്ക് സ്റ്റേജിൽ കയറിയിട്ട് മൈക്ക് ചെക്ക് ചെയ്യാ, ഷോക്ക് ഉണ്ടോ. കാരണം നമ്മളെ കുട്ടികൾ കേറുന്നതിന്റെ 2 ഒപ്പനന്റെ മുന്നേയിട്ട് ഒരു കുട്ടികൾക്ക് ഷോക്ക് അടിച്ചു. അവിടുന്ന് പാടിക്കൊണ്ടിരിക്കുമ്പോ ഷോക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരെന്താ ചെയ്യാറ്? മുന്നേ കുട്ടികൾ കളിച്ചു കഴിഞ്ഞാല് അവർക്ക് ഡ്യൂട്ടി ഉള്ള സാറുമാരുണ്ടല്ലോ, ഇവർക്ക് ഒപ്പന ഡ്യൂട്ടി ഉള്ളേ, അവര് കേറി പിന്നെ വളന്റെ പൊട്ടുകൾ ഉണ്ടാവുമല്ലോ, കുപ്പി വളന്റെ പൊട്ടുകൾ, അതിപ്പോ പറ്റില്ല എന്നാലും ചിലരിടും. അപ്പൊ അതൊക്കെ നോക്കി പിന്ന് ചാടിയിട്ടുണ്ടോ, സേഫ്റ്റി പിന്ന് ചാടിയിട്ടുണ്ടോ ഒക്കെ നോക്കി ക്ലീൻ ചെയ്ത് മൈക്കൊന്ന് ചെക്ക് ചെയ്യും ഷോക്ക് ഉണ്ടോ എന്നുള്ളത്. കാരണം പാടണീന്റെ അടിയിൽ ഷോക്ക് അടിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ കസേരയിൽ വരെ ഇരുന്ന് നോക്കും, പൊട്ടാനായ കസേരയാണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യണം. അങ്ങനെ നോക്കി എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇവരെ കയറ്റി. അപ്പൊ ഞാനത് അവര് ചെയ്യണത് കണ്ട് അതേപോലെ അവർക്ക് പ്രോത്സാഹനമായിട്ട് പുറത്ത് നിന്നിട്ട് അവരുടെ മൈൻഡ് മാറിപ്പോകാതെ പിന്നെ ഒരു മോട്ടിവേഷനും കൊടുക്കുന്നുണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ. അതായത് കേറുന്നതിന്റെ മുന്നേ എന്തായാലും നമുക്ക് പ്രശ്നമല്ല, കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്യുക. അങ്ങനെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ആ സ്കൂളിൽ മാത്രമെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഫീൽഡിനോട് ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നവരുണ്ടാവുമല്ലോ ടീച്ചേഴ്സ് തന്നെ പഠിക്കുന്നത്.
അവരൊക്കെ അത് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ അവരെ കൊണ്ടുപോയപ്പോ നമ്മൾ വെറുതെ അവരുടെ കൂടെ പോയതാ. കാരണം അവരുടെ മക്കളെ നോക്കുന്നതിനെക്കാട്ടിലും കൂടെ നമ്മളെ മക്കളെ നോക്കുന്നുണ്ടായിരുന്നു. അതെ ശരിയാണ്. അപ്പൊ അത് അപ്പൊ നമ്മള് എനിക്ക് നമുക്ക് പറയാതിരിക്കാൻ കഴിയണില്ല. അത്രയും ടീച്ചേഴ്സ് കുട്ടികളുടെ കാര്യത്തിൽ എഫേർട്ട് എടുക്കുന്നുണ്ട്. നമ്മളൊരു ചെറിയ മിസ്റ്റേക്ക് വരുമ്പോഴേക്കിന് അവരോട് ഷൗട്ട് ചെയ്യണതിന്റെ മുന്നേ നമ്മളൊന്ന് ആലോചിക്കണം. നമ്മളെ കുട്ടികള് ഒരു ദിവസത്തിന്റെ പകല് മൊത്തം അവരെടുത്താ നിക്കണേ, ബാക്കി കുറച്ച് ഭാഗ്യം നമ്മളെടുത്തുള്ളൂ. അപ്പോ മനുഷ്യന്മാരാണ്, പക്ഷെ അവരെല്ലാം ചെയ്യുന്നുണ്ടാകും. എന്തെങ്കിലും ഒന്ന് കണ്ണ് തെറ്റി നമ്മളെ കുട്ടികൾ കുരുത്തക്കേട് കാട്ടിയാലും അവരെ നമ്മൾ മനസ്സിലാക്കണം. അതെ ശരിയാണ്. ഇപ്പൊ നമ്മള് കലോത്സവത്തിനൊക്കെ വിടുന്ന സമയത്ത് ടീച്ചേഴ്സ് ഇപ്പൊ സ്റ്റേറ്റിലൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ദിവസങ്ങളൊക്കെ അല്ലെ, അവർക്ക് വീട്ടിലെ കാര്യങ്ങളുണ്ടാവും, പക്ഷെ തന്റെ കുട്ടികളെ നോക്കുന്ന പോലെ തന്നെയായിരിക്കും അവർ നോക്കും. അവരുടെ മക്കളെ കുഞ്ഞു പൈതങ്ങളെയാണ് വീട്ടിലാക്കിയിട്ട് വന്നിട്ട് ഞാൻ ഒരു പ്രാവശ്യം കേട്ടതാണ്. മോള് വിളിച്ചിട്ട് ടീച്ചറിനോട് ചോദിക്കുക, ഉമ്മച്ചി എവിടെ ചോദിക്കുക. ചെറിയ കുട്ടിയാണ്, 2 വയസ്സെങ്ങാണ്ടേ ആയിട്ടുള്ളൂ. അതിലേറെ ഉമ്മച്ചിയുടെ കുട്ടികളുടെ കൂടെയാണ്, ഒപ്പന കുട്ടികളുടെ കൂടെയാണ് പറഞ്ഞു. ഉമ്മച്ചിനെ എനിക്ക് കാണാൻ പൂതിയാവാണ് പറഞ്ഞിട്ട്. അപ്പൊ പറഞ്ഞിട്ട് ഉമ്മച്ചി വരാട്ടോ, 2 ദിവസം കൂടെ കഴിഞ്ഞാൽ വരാറിഞ്ഞിട്ട് സമാധാനിപ്പിച്ചു. അപ്പൊ അത്രയും ഇവർക്ക് വേണ്ടിയിട്ടാണ് 3 ദിവസം, 2 ദിവസം രാത്രി 2 ദിവസം പകല്, അങ്ങനെ 4 ദിവസമാണ് തിരുവനന്തപുരത്ത് സ്റ്റേ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവരുടെ മക്കൾ അവിടെ ഇട്ടിട്ടാണല്ലോ അവര് പോണത്. ശരിയാണ്. ഓക്കെ, അപ്പൊ ചിലവര് പുറത്തുനിന്ന് കാണുന്നവർ പറയും ടീച്ചേഴ്സിന് എന്താ പണി, ടീച്ചേഴ്സിന് ക്ലാസ് എടുത്താൽ പോലെ ഒരു പുറം ഒരു കമന്റ് ഉണ്ട്. പക്ഷെ ഒരിക്കലും അല്ല അല്ലെ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ് ടീച്ചിങ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. അത് ഇഷ്ടത്തോടെ നമുക്ക് ചെയ്താൽ നല്ല രീതിയിൽ ചെയ്യാനും സാധിക്കും. അതിന്റെ എല്ലാ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് അല്ലെ. എങ്കിലും എന്താണ്, നമ്മള് ഏറ്റവും കെയർ ചെയ്യുന്ന ഒരു ഭാഗമാണ് കുട്ടികൾ എന്ന് പറയുന്നത് അല്ലെ. അവർക്കൊന്നും ഇപ്പൊ കുട്ടി പറഞ്ഞ പോലെ ആരാ പറഞ്ഞേ, ക്രിയേഷൻസ് ആരാ? ഓക്കെ. കുട്ടികള് ഒരു ഭൂരിഭാഗം ആ ഒരു ടൈം അല്ലെ, ഒരു 9:30 to 3:30 ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു 4 മണി വരെ ആരുടെ കയ്യിലാണ്? ടീച്ചേഴ്സിന്റെ കയ്യിലാണ് അല്ലെ. അത് ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ നോക്കാന്നുള്ളത് വളരെ വലിയൊരു ഉത്തരവാദിത്വമാണ്. അവർക്കൊന്നും പറ്റാതെ തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കാതെ വണ്ടി കയറ്റി വീട്ടിലെത്തിക്കാന്നുള്ളത് തന്നെ വളരെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ടീച്ചേഴ്സ് നല്ലൊരു റിസ്ക് തന്നെ ഏറ്റെടുക്കുന്നത്. അതിന്റെ ഇടയിൽ തന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ ക്ലാസ്സിൽ കുട്ടികൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങോട്ടും ബന്ധം ഉണ്ടാക്കി തല്ലി വീഴുക, തല പൊട്ടിക്കുക, കാലൊടിക്കുക, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിനൊക്കെ കറക്റ്റ് ആയിട്ട് ടൈമിൽ ഓടിക്കൊണ്ടുപോയി ഹോസ്പിറ്റലിലാക്കി കറക്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. പിന്നീട് തിരിച്ച് വീട്ടിലെത്തിക്കുന്നു, പാരന്റ്സിനെ അറിയിക്കുന്നു, മറ്റ് അധ്യാപകരെ അറിയിക്കുന്നു. പിന്നെ അതിനുശേഷം മറ്റു കുട്ടികളെ ഒന്നുകൂടി ശ്രദ്ധിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങൾ വരുന്നത് ഒരു ക്ലാസ്സിൽ, നോർമൽ ക്ലാസ് നടക്കുന്ന സമയത്ത്. ഇനി ഒരു പ്രോഗ്രാം ആണ് വരുന്നതെങ്കിൽ എന്താണ് ടീച്ചറിന് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ എടുക്കും നമ്മൾ കണ്ടില്ലേ. എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ ടീച്ചേഴ്സ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ എല്ലാവർക്കും അതൊരു ചെറിയ കാര്യമായിരിക്കും, പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരും, അതായത് ബുദ്ധിമുട്ടല്ല, വർക്ക്സുകൾ വരുമ്പോ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് ആരും മാറി നിൽക്കരുത്. നിങ്ങൾ അതങ്ങ് ചെയ്യാവുന്ന രീതിയിൽ ഏറ്റെടുക്കണം. മാറി നിൽക്കുന്നവരെ ആരും പിന്നീട് അംഗീകരിക്കില്ല കേട്ടോ. അപ്പൊ ചെയ്യാം, അറിയില്ലെങ്കിൽ കൂടി ഞാൻ ശ്രമിച്ചു നോക്കാവുന്ന രീതിയിൽ നിങ്ങളത് ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യാൻ നോക്കണം. സ്കൂളിൽ എന്ത് വർക്ക് തന്നാലും പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ നല്ല കൂടെ നിൽക്കണം. സ്കൂളിന്റെ കൂടെ നിന്ന് ടീച്ചേഴ്സിന്റെ കൂടെ നിന്ന് തന്നെ പ്രവർത്തിക്കണം കേട്ടോ. അപ്പൊ നമ്മളിവിടെ സ്മാർട്ട് സീഡ് കോൺവൊക്കേഷൻ വരുന്ന സമയത്ത് എല്ലാവരും ഒരേപോലെയാണ് നിൽക്കുന്നത്. ഞങ്ങൾ 115 സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ 16 ടീച്ചേഴ്സും ബാക്കി സ്റ്റാഫുകളാണ്, നോൺ ടീച്ചിങ് സ്റ്റാഫുകളാണ്. എല്ലാവരും ഒരുമിച്ചാണ് ഞങ്ങൾ നിൽക്കുന്നത് ആ പ്രോഗ്രാം ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ തരുന്ന ഡ്യൂട്ടീസ് ഞങ്ങൾ ആരും ഒന്നും വേണ്ട എന്ന് പറയില്ല, എല്ലാം കൂടെ ഏറ്റെടുത്ത് ചെയ്യാണ്. അപ്പൊ അത് പ്രോഗ്രാമിന്റെ വിജയമാണ്. നമ്മൾ ഓരോ കോൺവെർസേഷൻ കഴിയുമ്പോൾ ഞങ്ങൾ എല്ലാവരും അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നല്ല രീതിയിൽ അത് വിജയിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സ്കൂളിൽ എന്ത് കാര്യം വന്നാലും കേട്ടോ, നമ്മൾ പഠിച്ച പോലെ നമ്മുടെ സ്കൂള് നമ്മുടെ ഹോം ആയിട്ട് കാണാം എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ. അവിടെ നടക്കുന്ന ഫംഗ്ഷൻ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഫംഗ്ഷൻ ആണ് വിചാരിച്ച് ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും നമുക്ക് അത്ര ബേർഡൻ ആയിട്ട് തോന്നില്ല. ഓക്കെ, യെസ്. ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ് കഴിഞ്ഞു, ഓഫീസ് മാനേജ്മെന്റ് കഴിഞ്ഞു. പിന്നെ എന്തായിരുന്നു നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഏതായിരുന്നു? സ്കൂൾ മാനേജ്മെന്റ് അല്ലെ. 3 ചാപ്റ്റേഴ്സ് പാർട്ട് 4 തീർന്നിട്ടുണ്ട്. അപർണ മിസ് ഏതാ എടുത്തുകൊണ്ടിരിക്കുന്നത്? കമ്മ്യൂണിക്കേഷൻ ആണോ? അതെ, കമ്മ്യൂണിക്കേഷനും പിന്നെ ഏതാണ് ഡെവലപ്മെന്റൽ പ്രൊഫൈൽ എടുത്തോ? ഇല്ല, അതെടുക്കാണ്ട്. മാൻ ആൻഡ് എൻവയോൺമെന്റ്, മാനേഴ്സ് എടുത്തു. അതൊക്കെ എടുത്തു. മാനേഴ്സ് എടുത്തു, മാൻ ആൻഡ് എൻവയോൺമെന്റ് എടുത്തു,
പിന്നെ ഏതോരെണ്ണം കൊടുത്തു. പ്രോഗ്രാംസ് എടുത്തോ? 7th ചാപ്റ്റർ യൂണിറ്റ് 7 അതെടുത്തിട്ടില്ല. പ്രോഗ്രാംസ് ഇല്ല എടുത്തിട്ടില്ല. ഇതെടുത്തായിരുന്നോ? പ്രോഗ്രാംസ് ഫോർ ഡെവലപ്പിംഗ് വാല്യൂസ് ഓഫ് വേരിയസ് കെമിക്സ് എടുത്തിട്ടില്ല. എടുത്തിട്ടില്ല. ഏതെങ്കിലും എടുത്തിട്ടില്ലെങ്കിൽ നമ്മളോട് പറയണോ കേട്ടോ. ഏതെങ്കിലും മിസ്സായി പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല ചിലപ്പോ. സൂപ്പർവൈസിംഗ് ആൻഡ് റിപ്പോർട്ടിങ്ങും മിസ്സേ, സൂപ്പർവൈസിംഗ് ആൻഡ് റിപ്പോർട്ടിങ്ങും മാനേഴ്സും മാൻ ആൻഡ് എൻവയോൺമെന്റും ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ചാപ്റ്റർ എടുത്തോണ്ടിരിക്കാം. ഇത് എടുത്തിട്ടില്ല. യൂണിറ്റ് 7 എടുത്തിട്ടില്ല. അല്ല, ഇല്ല, യൂണിറ്റ് എടുത്തിട്ടില്ല. 5 എടുത്തിട്ടുണ്ടോ? ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട്. അതോ ഞാന് ഇല്ലാത്ത ടൈമിലാണോന്ന് അറിയില്ല. 5 എടുത്തിട്ടുണ്ടോ? 5ഉം 7ഉം എടുത്തിട്ടില്ല. 5ഉം 7ഉം എടുത്തിട്ടില്ല. അതെ 6 ടീച്ചറായിരിക്കും എടുക്കുന്നത്. 6 എടുത്താ? 6 എടുത്തിട്ടില്ല മിസ്. 6ഉം 7ഉം ടീച്ചർ എടുക്കും. ബാക്കി അപ്പുറത്താണ് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ പ്രാക്ടിക്കൽസ് ആയിരിക്കുള്ളൂ. ഇതിൽ ഏതോ ഒരു ചാപ്റ്റർ, 1-2 ചാപ്റ്റർ എന്താ ജിഷ മിസ്സിനുള്ളതാണെന്ന് പറഞ്ഞു. മിസ്സാണ് എടുക്കേണ്ടത് പറഞ്ഞിരുന്നു. ഏത് ചാപ്റ്റർ ആണോ ചോദിക്കണം. ഒന്ന് ഓർമ്മിപ്പിക്കണേന്ന് പറഞ്ഞിരുന്നു. ഇതിൽ ഏതോ ഒരു ചാപ്റ്റർ എടുക്കണം പറഞ്ഞിരുന്നു മിസ്. ഇനിയോ പാർട്ട് 4ലോ? പാർട്ട് 4 ഏതോ ഒരു ഏതോ ഒന്ന് മിസ്സിന് എടുക്കാനുള്ള ചാപ്റ്റർ എന്ന് പറഞ്ഞത് തോന്നി. അതറിയില്ല കേട്ടോ. ഓക്കെ അപ്പൊ നമുക്ക് മൈൻഡപ്പ് ചെയ്യാം. എടുക്കുന്നില്ല. 6th സ്റ്റാർട്ട് ചെയ്യാന്നാ വിചാരിച്ചത്. പക്ഷെ വേണ്ട, എല്ലാം കൂടി പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് എടുക്കുന്നത് സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം ആയിരിക്കും. അപ്പൊ നിങ്ങള് സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം ഒന്ന് നോക്കിയിട്ട് വരണം കേട്ടോ. യൂണിറ്റ് 6 സ്കൂൾ സ്ട്രക്ചർ, ക്ലാസ് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് അതിൽ വരുന്നത്. റൂഫിംഗ് എങ്ങനെയാണ്, ഫ്ലോറിംഗ് എങ്ങനെയാണ്, സീറ്റ് അറേഞ്ച്മെന്റ്സ്, ബ്ലാക്ക് ബോർഡ് എങ്ങനെ യൂസ് ചെയ്യണം, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. ഒന്ന് നോക്കിയിട്ട് വരണം കേട്ടോ നെക്സ്റ്റ് ക്ലാസ്സില്. ഓക്കെ, ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാപ്പി ഈസ്റ്റർ ഇൻ അഡ്വാൻസ് കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു.